ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന വാർഷിക സൈനിക അഭ്യാസത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നതിനിടെ ഉത്തര കൊറിയ 10ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ജപ്പാൻ കടലിലേക്ക് വിക്ഷേപിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 സുനാൻ മേഖലയിൽ നിന്നാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു. ദക്ഷിണ കൊറിയ അമേരിക്കൻ സംയുക്ത സൈനികാഭ്യാസത്തിന് ഭയാനകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഉത്തര കൊറിയ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായത്. മിസൈലുകളുടെ കൂടുതൽ വിവരങ്ങളോ പരിധിയോ സംബന്ധിച്ച വിശദാംശങ്ങൾ ദക്ഷിണ കൊറിയൻ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. മിസൈലുകൾ ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുള്ള കടലിലാണ് പതിച്ചതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. സംഭവത്തെ തുടർന്ന് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടിയന്തര പ്രതികരണ സംഘത്തെ രൂപീകരിക്കുകയും നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേസമയം ഒരു നയതന്ത്ര ചർച്ചയ്ക്കുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. മിസൈലിന്റെ സഞ്ചാര പഥം, പരിധി, ഉയരം എന്നിവ സംബന്ധിച്ച് സാങ്കേതിക വിവരങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർ വിശകലനം ചെയ്തു വരികയാണ്. ഉയർന്ന ആർക്കിൽ സഞ്ചരിക്കുന്ന ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ ദീർഘദൂര ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ്. ഇത്തരം പരീക്ഷണങ്ങളിലൂടെ തങ്ങളുടെ ആയുധശേഷി വർദ്ധിപ്പിക്കാനും ശത്രുരാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനുമാണ് ഉത്തര കൊറിയ ഉദ്ദേശിക്കുന്നത്. 2019 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ നടന്ന ഉച്ചകോടി പരാജയപ്പെട്ടതോടെയാണ് ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികൾ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾ നിലച്ചുപോയത്. ചർച്ചകൾ വീണ്ടും ആരംഭിക്കാൻ അമേരിക്കയും സൗത്ത് കൊറിയയും ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഉത്തര കൊറിയ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. മറിച്ച് തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ മിസൈൽ പരീക്ഷണം ഏഷ്യയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും വഷളാക്കുകയാണ്. ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാനിലെ ടെഹ്റാനിലെ ഉത്തര കൊറിയൻ എംബസിക്ക് നേരെ മിസൈൽ ആക്രമണമുണ്ടായത്. ടെഹ്റാനിലെ ഉത്തര കൊറിയൻ എംബസിയിൽ ഇസ്രായേൽ മിസൈലുകൾ പതിച്ചതായി ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ സ്ഥിരീകരിച്ചതായാണ് എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇസ്രായേൽ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് കിം ജോങ് ഉൻ പറഞ്ഞതായാണ് പ്രചാരണം നടന്നത്. എന്നാൽ കിം ജോങ് ഉൻ അത്തരമൊരു പ്രസ്താവന നടത്തിയതായി സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കിടെ ടെഹ്റാനിലെ ഉത്തര കൊറിയൻ എംബസിക്ക് കേടുപാടുകൾ പറ്റിയെന്ന് സോഷ്യൽ മീഡിയയുടെ പ്രചരിച്ച വാർത്തകൾ തന്നെയാകാം ഇപ്പോൾ ഈ മിസൈൽ പരീക്ഷണത്തിന് കിം ജോങ് ഉന്നെ പ്രേരിപ്പിച്ചതെന്നും ചില കേന്ദ്രങ്ങൾ പറയുന്നു.